നമസ്കാരം. റൗണ്ട് ഓഫ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയ പതാകയും റിപ്പബ്ലിക് ദിനവും അപമാനിക്കപ്പെട്ടുവെന്ന് രാഷ്ട്രപതി. കാർഷിക നിയമങ്ങൾ കർഷകരുടെ അവകാശങ്ങളും സൗകര്യങ്ങളും വെട്ടിക്കുറയ്ക്കില്ലെന്നും രാഷ്ട്രപതി. मेरी सरकार ये स्पष्ट करना चाहती है कि 3 नए कृषि कानून बनने से पहले पुरानी व्यवस्थाओं के तहत जो अधिकार थे तथा जो सुविधाएं थी उनमें कहीं कोई कमी नहीं की गई है, बल्कि इन कृषि सुधारों के जरिए सरकार ने किसानों को नई सुविधाएं उपलब्ध कराने के साथ साथ नए अधिकार भी दिए हैं. കോവിഡ് കാലത്തും ഇന്ത്യ ആഗോള നിക്ഷേപകരുടെ ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി. പുതിയ പതിറ്റാണ്ടിന്റെ ആദ്യ സമ്മേളനം എന്ന നിലയിലെ പ്രാധാന്യം പ്രതിപക്ഷം ഉൾക്കൊള്ളണമെന്ന് പ്രധാനമന്ത്രി. ബജറ്റ് കോവിഡ് കാലത്തെ ഉത്തരവാദിത്വം നിർവഹിക്കും. CPIM BJP സഹകരണം തില്ലങ്കേരി മോഡലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പദ്ധതിയെന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ. എ വിജയരാഘവനെ പരിഹസിച്ച കെ സുധാകരൻ. കനകസിംഹാസനത്തിലിരിക്കുന്നത് ശുനകനോ ശുംഭനോ എന്ന ചോദ്യം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. സഭാ തർക്കത്തിൽ വ്യാപകമായ ചർച്ച. പ്രശ്നം പരിഹരിക്കാൻ തുടർ ശ്രമം ഉണ്ടാകുമെന്ന് PS ശ്രീധരൻപിള്ള. യാക്കോബായ വിഭാഗവുമായി ശ്രീധരൻപിള്ള ചർച്ച നടത്തി. യാക്കോബായ വിഭാഗവുമായി ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ചർച്ച ഇന്ന്. മലങ്കര ഓർത്തഡോക്സ് വിഭാഗം പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഡോളർ കള്ളക്കടത്ത് കേസിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി കസ്റ്റംസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തില്ല. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യാമെന്ന് കസ്റ്റംസ്. ട്രാക്ടർ റാലിക്കിടെ കർഷകൻ വെടിയേറ്റു മരിച്ചുവെന്ന് ട്വീറ്റ് ചെയ്ത ശശി തരൂരിനും രജ്ദീപ് സർദേശായിക്കുമെതിരെ UP പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. രജ്ദീപിനെതിരെ ഇന്ത്യ ടുഡേ ചാനലിന്റെ അച്ചടക്ക നടപടി. വിശദമായ വാർത്തയിലേക്ക്. ദേശീയ പതാകയും റിപ്പബ്ലിക് ദിനവും അപമാനിക്കപ്പെട്ടുവെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തിന് തുടക്കമിട്ടുകൊണ്ട് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. പുതിയ 3 നിയമങ്ങളിലൂടെ കർഷകരുടെ അവകാശങ്ങളും സൗകര്യങ്ങളും വെട്ടിക്കുറയ്ക്കില്ല. പുതിയ കാർഷിക പരിഷ്കാരങ്ങളിലൂടെ സർക്കാർ കർഷകർക്ക് പുതിയ സൗകര്യങ്ങളും അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. ചെറുകിട നാമമാത്ര കർഷകർ സർക്കാരിന്റെ മുൻഗണനയാണ്. കർഷകരെ സഹായിക്കുന്നതിനായി 1,13,000 കോടി രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും രാജ്യം കരകയറുകയാണ്. ദുഷ്കരമായ ഈ സമയത്ത് പോലും ആഗോള നിക്ഷേപകരുടെ ലക്ഷ്യസ്ഥാനമായി ഇന്ത്യ മാറി. കോവിഡ് കാലത്ത് സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ താൻ സംതൃപ്തനാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ നടപടികൾക്കായി എന്നും രാഷ്ട്രപതി പറഞ്ഞു. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കുന്നതിനുള്ള നടപടികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2020-ൽ 4-5 മിനി ബജറ്റുകൾ അവതരിപ്പിക്കേണ്ടി വന്നു. ആ ശൃംഖലയുടെ തുടർച്ചയായിരിക്കും പുതിയ ബജറ്റെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ये बजट का भी सत्र है. वैसे शायद भारत के इतिहास में पहली बार हुआ कि 2020 में एक नहीं, हमें वित्त मंत्री जी को अलग अलग पैकेज के रूप में एक प्रकार से 4-5 मिनी बजट देने पड़े. यानी 2020 एक प्रकार से लगातार मिनी बजट का सिलसिला चलता रहा और इसलिए ये बजट भी उन 4-5 बजट की श्रृंखला में ही देखा जाएगा. ये मुझे पूरा विश्वास है. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തില്ലങ്കേരി മോഡൽ CPM BJP കൂട്ടുകെട്ടിന് സാധ്യതയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവന്റെ പ്രസ്താവന മതേതരവാദികളെ നൊമ്പരപ്പെടുത്തുന്നതാണെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് നേതാക്കളുമായി KPCC പ്രസിഡന്റ് പാണക്കാട് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തില്ലങ്കേരി മോഡൽ CPM BJP കൂട്ടുകെട്ടിന് സാധ്യതയുണ്ടെന്നാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആരോപണം. ന്യൂനപക്ഷങ്ങൾ കരുതിയിരിക്കണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മുല്ലപ്പള്ളിയുടെ ആരോപണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ധാരണ, തില്ലങ്കേരി മോഡൽ ഒരു ധാരണ സംസ്ഥാനത്തിലൂടെ വ്യാപിക്കാനുള്ള ശ്രമമുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവനെതിരെയും രൂക്ഷ വിമർശനമാണ് മുല്ലപ്പള്ളി ഉന്നയിച്ചത്. പാണക്കാട് തങ്ങളെ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചതിനെ വർഗീയമായി ചിത്രീകരിച്ചത് മതേതര സമൂഹത്തെ നൊമ്പരപ്പെടുത്തുന്നതാണ്. കപടവർഗീയവാദികളുടെ മനസ്സിൽ നിന്നും മാത്രമേ ഇത്തരം പ്രതികരണം ഉണ്ടാവുകയുള്ളൂന്നും മുല്ലപ്പള്ളി തുറന്നടിച്ചു. BJPയുമായി കൂട്ടുകൂടുന്ന CPMന് മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. എല്ലാ കാലത്തും മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം അല്ലാത്ത മുസ്ലിമിൻ്റെ ഭാഗത്ത് ഇന്നുവരെ മറ്റൊരു നിലപാടുണ്ടായിട്ടില്ല.
ആ സംഘടനയാണ് മതാധിഷ്ഠിത സംഘടന എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമം നടത്തുന്നത്. ഇതാരാണ് പറയുന്നത്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള BJPയുമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് കച്ചവടം നടത്തിയിരിക്കുന്നു, നീക്കുപോക്ക് നടത്തിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം CPM-ൽ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നും നേതാക്കൾ വർഗീയ പ്രചരണം നടത്തുന്നതും പരസ്പര വിരുദ്ധമായ പ്രസ്താവന നടത്തുന്നതും ഇതിനാലാണെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. വർഗീയ പ്രചരണങ്ങൾ അവസാനം അവർ തന്നെ പിൻവലിക്കേണ്ട സ്ഥിതിയിലാണ്. കൊള്ളരുതാത്തതാണ് എന്നുള്ളത് അവരുടെ നേതാക്കൾ തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തോ കൺഫ്യൂഷൻ ഉണ്ട്. അതിനിടെ ലീഗ് നേതൃത്വവുമായി ഓർത്തഡോക്സ് സഭാ പ്രതിനിധികളും പാണക്കാട്ടെത്തി ചർച്ച നടത്തി. റിപ്പോർട്ടർ, മലപ്പുറം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് മതാധിഷ്ഠിത പാർട്ടിയായ മുസ്ലിം ലീഗിന് കീഴടങ്ങുകയാണെന്ന CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവന്റെ പ്രസ്താവന മുസ്ലിം ലീഗ് ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. അരുൺ രാജുണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? വീണ, എന്തെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പ്രസ്താവന അത് സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഏതായാലും A. വിജയരാഘവന്റെ ഭാഗത്തു നിന്ന് മോശം പരാമർശം ഉണ്ടായിട്ടില്ല. വെൽഫെയർ പാർട്ടിയുമായുള്ള UDF കൂട്ടുകെട്ടിനെയാണ് A. വിജയരാഘവൻ മതാധിഷ്ഠിത നിലപാട് UDF സ്വീകരിക്കുന്നു എന്ന വ്യാഖ്യാനത്തിലൂടെ മുന്നോട്ട് വെച്ചത് എന്നതാണ് ഇപ്പോൾ A. വിജയരാഘവൻ തന്നെ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അറിയിച്ചു. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് A. വിജയരാഘവന് പരിപൂർണമായ ഒരു പിന്തുണ സെക്രട്ടേറിയറ്റ് ലഭിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമാവുന്നത്. UDF ക്യാമ്പയിൻ ശക്തമായി തന്നെ നേരിടാനുള്ള തീരുമാനവും ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ CPM-ന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രചരണമടക്കം നടത്തുവാനും ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തു. LDF-ന്റെ തെക്കൻ മേഖല, വടക്കൻ മേഖല ജാഥകൾക്ക് ഉള്ള അംഗങ്ങളെ നിശ്ചയിക്കുവാനുള്ള കാര്യവും ഈ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തെക്കൻ മേഖലാ ജാഥയും വടക്കൻ മേഖലാ ജാഥയും നയിക്കുവാൻ രണ്ട് CPI-യുടെയും CPM-ന്റെയും സംസ്ഥാന സെക്രട്ടറിമാർ മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ജാഥ അംഗങ്ങളെ ഇന്ന് തന്നെ CPM തീരുമാനിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും അരുൺ രാജാണ്. പിണറായി സർക്കാരും BJPയും തമ്മിൽ അവിഹിതമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് മൈൻ ഹാജി. BJPക്കെതിരെ ഒരു നിലപാടും സർക്കാർ എടുത്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തില്ലങ്കേരി മോഡൽ CPIM BJP കൂട്ടുകെട്ട് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഉണ്ടായെന്നും മൈൻ ഹാജി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മാത്രമൊന്നുമില്ല, കേരളത്തിലുടനീളം BJPയുമായി ഒരു രഹസ്യ ബാന്ധവം BJP സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ CPM-ഉം നമ്മൾ മാത്രമാവും. അങ്ങനെ വന്നാൽ ഒരു തവണ CPM-ഉം ഒരു തവണ UDF-ഉം എന്നതിന് പകരം ഒരു തവണ CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF-ഉം ഒരു തവണ BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യുമായി മാറുന്ന ഒരു കാലം വരും. BJP-യുമായി ഒരു അവിഹിത ബന്ധം പിണറായി വിജയൻ ഗവൺമെന്റ് ചാർജ് എടുത്ത ഉടനെ തുടങ്ങിയതാണ്. അതിപ്പോഴും തുടരുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിന്റെ ഭാഗമായാണ് DGP-യുടെ പോലും നിയമനമുണ്ടായത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഞങ്ങളെ പരസ്യമായി പ്രസംഗിക്കുന്ന ആളോ, ഞങ്ങൾ എഴുതാറുണ്ടല്ലോ, ഞങ്ങൾ പറയാറുണ്ട്. ഇവിടെ കേരളം കേന്ദ്രത്തിൽ നിന്നും മോഡിയുടെ റിമോട്ട് കൺട്രോൾ ഭരണത്തിലാണ് കേരളമുള്ളത്. RSSനോട് വിധേയത്വം കാണിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടത്തുന്നു. ആ ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ മനോഭാവത്തിലേക്ക് ആ പാർട്ടി നീങ്ങുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. A. വിജയരാഘവനെ പരിഹസിച്ച് K. സുധാകരൻ. കനകസിംഹാസനത്തിൽ ഇരിക്കുന്നത് ശുനകനോ ശുംഭനോ എന്ന് സുധാകരൻ ചോദിച്ചു. കോൺഗ്രസ് നേതാക്കൾ ശിഹാബ് തങ്ങളെ കാണാൻ പോയ സംഭവത്തെ വർഗീയതയായി പ്രചരിപ്പിക്കുകയാണ് വിജയരാഘവൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് നാണമില്ലെങ്കിലും പാർട്ടിക്ക് നാണമുണ്ടാകണമെന്നാണ് ഈ വിഷയത്തിൽ തനിക്ക് പറയാനുള്ളതെന്നും സുധാകരൻ വ്യക്തമാക്കി. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ഒരു വലിയ സ്ഥാനമാണ്. വിജയരാഘവൻ വലിയ സ്ഥാനമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ കനകനോ ശുംഭനോ ശുനകനോ എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ വിജയരാഘവന്റെ വ്യക്തിത്വം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുക്കുന്ന ശിഹാബ് തങ്ങളെ കാണാൻ പോയത് അതൊരു വർഗീയതയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി. അദ്ദേഹത്തിന് നാണമില്ലെങ്കിലും പാർട്ടിക്ക് നാണം ഉണ്ടാകണം എന്നാണ് എനിക്ക് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്.
നയതന്ത്ര ചാനലിലൂടെ നടന്ന ഡോളർ കള്ളക്കടത്ത് കേസിൽ ഓഫീസിൽ വിളിച്ചു വരുത്താതെ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് ശ്രമം. കസ്റ്റംസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്പീക്കറെ അനൌദ്യോഗികമായി കാണും. അതിനുശേഷം സ്പീക്കറുടെ സൗകര്യപ്രകാരം തിരുവനന്തപുരത്ത് തന്നെ ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് നീക്കം. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായി കസ്റ്റംസ് കേന്ദ്രങ്ങൾ അറിയിച്ചു. നോട്ടീസ് അയക്കലിലെ നിയമപ്രശ്നങ്ങളും തടസ്സങ്ങളും വിവാദങ്ങളും ഒഴിവാക്കാനാണ് കസ്റ്റംസ് നീക്കമെന്ന വിശദീകരണം. നയതന്ത്ര ചാനലിലൂടെയുള്ള കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് കള്ളക്കടത്ത് ഇടപാടിൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഉന്നതന്റെ പേര് വെളിപ്പെടുത്തിയത്. കസ്റ്റംസ് ഇത് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തി. ഈ മൊഴികളാണ് സ്പീക്കർക്കെതിരെ നിർണായകമായത്. ഗൾഫ് വിദ്യാഭ്യാസ മേഖലയിൽ സ്പീക്കർക്ക് നിക്ഷേപമുണ്ടെന്നാണ് കേസിലെ പ്രതികളുടെ മൊഴി. കേസിൽ സ്പീക്കറുടെ സുഹൃത്ത് നാസ് അബ്ദുള്ളയെ കസ്റ്റംസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. നാസിന്റെ പേരിലുള്ള സിം സ്പീക്കർ ഉപയോഗിച്ചതായും കണ്ടെത്തിയിരുന്നു. ഈ സിമ്മിൽ നിന്ന് സ്പീക്കർ പ്രതികളെ വിളിച്ചിരുന്നെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം നയതന്ത്ര കള്ളക്കടത്ത് കണ്ടെത്തിയ ശേഷം ഈ സിം ഉപയോഗിച്ചിട്ടില്ലെന്നും ഇതിൽ ദുരൂഹതയുണ്ടെന്നും കസ്റ്റംസ് പറയുന്നു. ഈ സിം ഉപയോഗിച്ചതായി സ്പീക്കർ സമ്മതിച്ചിരുന്നു. സിം കാർഡ് എടുക്കുമ്പോൾ തന്റെ കൈവശം തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് നാസിന്റെ പേരിലുള്ള തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച സിം കാർഡ് എടുത്തതെന്നുമാണ് സ്പീക്കർ പറഞ്ഞത്. തന്റെ സ്വകാര്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സിം ഉപയോഗിക്കുന്നതെന്നും ഒരുപക്ഷെ സ്വപ്ന ഉൾപ്പെടെയുള്ള പ്രതികളെ താൻ വിളിച്ചിട്ടുണ്ടാകുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ നോട്ടീസ് നൽകി സ്പീക്കറെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് കസ്റ്റംസ്. നോട്ടീസ് നൽകുമ്പോഴുള്ള നിയമ നടപടികളും വിവാദങ്ങളും ഒഴിവാക്കണമെന്ന് കസ്റ്റംസിന് ദില്ലിയിൽ നിന്ന് നിർദ്ദേശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് സ്പീക്കറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യത തേടുകയാണ് കസ്റ്റംസ്. ഈ മൊഴി പരിശോധിച്ച ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുകയെന്ന് കസ്റ്റംസ് വൃത്തങ്ങൾ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായുള്ള BJP സംസ്ഥാന സമിതി യോഗം തൃശൂരിൽ ആരംഭിച്ചു. ഇന്നത്തെ യോഗത്തിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ വിട്ടുനിൽക്കുകയാണ്. പ്രശ്നം പരിഹരിക്കണമെന്ന ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം തടയിടുകയാണെന്ന് ശോഭയുടെ പരാതി നിലനിൽക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. തൃശൂരിൽ ചേരുന്ന ഇന്നത്തെ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകും. A+ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഏകദേശം ധാരണയായിട്ടുണ്ട്. നേമത്ത കുമ്മനത്തെയും വട്ടിയൂർക്കാവിൽ VV രാജേഷ് അടക്കമുള്ള നേതാക്കളെ ഇറക്കാനാണ് പ്രാഥമിക ധാരണ. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെല്ലാവരും മത്സരരംഗത്തുണ്ടാകും. അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിക്കുമോ എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ തീരുമാനം നിർണായകമാകും. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തി പ്രതിഷേധിച്ചു. രാവിലെ 8 മുതൽ 11 വരെയായിരുന്നു സമരം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് KGMCTയുടെ തീരുമാനം. ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ കാട്ടുന്ന അവഗണനയ്ക്കെതിരായ സമരത്തിന്റെ രണ്ടാം ഘട്ടമായാണ് 3 മണിക്കൂർ പണിമുടക്കി സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രതിഷേധിച്ചത്. OP, ഇലക്ടീവ് ശസ്ത്രക്രിയ എന്നിവയെ പണിമുടക്ക് ബാധിച്ചു. എന്നാൽ കോവിഡ് അടിയന്തര ചികിത്സാ വിഭാഗങ്ങളെ ഒഴിവാക്കിയായിരുന്നു പ്രതിഷേധം. ഇന്നു മുതൽ അധ്യാപനം, VIP ഡ്യൂട്ടികൾ, നോൺ കോവിഡ് മീറ്റിംഗുകൾ എന്നിവ ബഹിഷ്കരിക്കും. ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് KGMCTയുടെ തീരുമാനം. ചർച്ചയ്ക്ക് ക്ഷണിക്കുകയാണെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടി അതിൽ പങ്കെടുക്കുന്നതാണ്. മറ്റ് തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ 5-ാം തീയതി മുതൽ ഞങ്ങൾ നിരാഹാര സമരത്തിലേക്ക് കിടക്കുന്നതാണ്. എന്നിട്ടും തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ 9-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരം, അതായത് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് ഞങ്ങൾ പോകുന്നതാണ്. 2016 ജനുവരി 1 മുതലുള്ള അലവൻസ് ഉൾപ്പെടെയുള്ള ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കുക, എൻട്രി ലെവൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരത്തിന്റെ ആദ്യഘട്ടമായി ഈ മാസം 25-ന് DME ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. സർക്കാർ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്നും ചർച്ചയ്ക്ക് ക്ഷണിച്ചാൽ തുറന്ന സമീപനത്തോടെ കാണുമെന്നും സംഘടന വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA പ്രതിയായ 13 കേസുകളിലെ ജാമ്യ ഹർജിയിൽ ഹോസ്ദുർഗ് കോടതി നാളെ വിധി പറയും. 34 കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ MLAക്ക് ജയിൽ മോചിതരാകാൻ കഴിയൂ. അതേസമയം കമറുദ്ദീൻ അറസ്റ്റിലായിട്ട് അടുത്ത ആഴ്ച 90 ദിവസം പൂർത്തിയാകും. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് MC കമറുദ്ദീൻ MLAക്കെതിരെ 155 കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 144 എണ്ണത്തിൽ റിമാൻഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 34 കേസുകൾ കൂടി ജാമ്യം ലഭിച്ചാലേ കമറുദ്ദീന് പുറത്തിറങ്ങാൻ സാധിക്കൂ. കേസുകളുടെ ബാഹുല്യവും വ്യക്തതയും ഇല്ലാതായുടെ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചും ജയിലിലെത്തി അന്വേഷിച്ചുമാണ് കമറുദ്ദീന്റെ അഭിഭാഷകൻ ജാമ്യ ഹർജി തയ്യാറാക്കുന്നത്. ഹോസ്ദുർഗ് കോടതിയിൽ മാത്രം 91 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇന്നലെ ലഭിച്ച 14 എണ്ണത്തിലടക്കം 71 കേസുകളിലും ജാമ്യം ലഭിച്ചു. 13 എണ്ണത്തിൽ കോടതി നാളെ വിധി പറയും. ഹൈക്കോടതിയിൽ നിന്നും 3 കേസുകൾ ജാമ്യം ലഭിച്ചതോടെയാണ് കീഴ്ക്കോടതികളിൽ നിന്നും കൂടുതൽ കേസുകൾ ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും 12 കേസുകളിലും തലശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും 1 കേസിലുമാണ് ഇനി ജാമ്യം ലഭിക്കാനുള്ളത്. കമറുദ്ദീൻ ജയിലായിട്ട് 90 ദിവസം അടുത്ത ആഴ്ചയോടെ പൂർത്തിയാകുമെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയില്ലെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രജിസ്റ്റർ ചെയ്ത കേസുകൾ സമാനതയുള്ളതെന്ന് കാട്ടി ബാക്കിയുള്ള കേസുകൾ കൂടി സ്വാഭാവിക ജാമ്യത്തിലുള്ള അവസരമുണ്ടെന്ന വാദമാകും പ്രതിഭാഗം അഭിഭാഷകൻ അടുത്ത ദിവസങ്ങളിൽ ഉന്നയിക്കുക.
റിപ്പോർട്ടർ കാസർഗോഡ്. ഇരുമുന്നണികളും വർഗീയ പ്രീണനത്തിന് ശ്രമിക്കുന്നുവെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ. ഉമ്മൻചാണ്ടി എത്തിയതോടെ കോൺഗ്രസ് വർഗീയ വേർതിരിവിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനാണ് ഇരുമുന്നണികളും ശ്രമിക്കുന്നതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കാണ് പ്രാധാന്യമെന്നും മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശോഭാ സുരേന്ദ്രൻ വിഷയത്തിൽ ആരും പാർട്ടിയുമായി വിട്ടുനിൽക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. രണ്ട് മുന്നണികളും കേരളത്തെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിടുന്ന സന്ദർഭമാണിത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും വർഗീയ പ്രീണനത്തിൻ്റെയും രാഷ്ട്രീയമാണ് രണ്ട് മുന്നണികളും കേരളത്തിൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി UDFന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി വർഗീയതയും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അഴിമതിയും ഇരു മുന്നണികളുടെയും അലങ്കാരമായി മാറിയിരിക്കുക. ഒരു വശത്ത് പിണറായി വിജയന്റെ അഴിമതികളും കള്ളക്കടത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ദുരുപയോഗവുമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ, മറുവശത്ത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 കൊല്ലം നടന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ദുരുപയോഗവും അഴിമതിയും സദാചാര വിരുദ്ധവുമായിട്ടുള്ള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അഴിമതിക്കെതിരായി ഇത്തരം വർഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിശദമായിട്ടുള്ള യാത്ര ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. പള്ളിത്തർക്കത്തിൽ പിന്തുണ തേടി സഭാ പ്രതിനിധികൾ പാണക്കാട് സന്ദർശനം നടത്തി. പള്ളിത്തർക്കത്തിലെ യാഥാർത്ഥ്യം എല്ലാ സമുദായ നേതാക്കളെയും ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്ന് ഗീവർഗീസ് മാർ യൂലിയോസ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് മതവിഭാഗങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ശ്രമം അനുവദിക്കരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ വിഷയങ്ങളിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലങ്കര ഓർത്തഡോക്സ് വിഭാഗം മെത്രാപ്പോലിത്തമാരായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയത്. കോവിഡ് നിയന്ത്രണത്തിനായി മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും രംഗത്തിറങ്ങാൻ DGPയുടെ നിർദ്ദേശം. ADGP വിജയ് സാഖറേക്കാണ് സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ചുമതല. ഒഴിവാക്കാനാവാത്ത കാരണങ്ങൾക്ക് മാത്രമേ ഇക്കാലയളവിൽ ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കൂവെന്ന് DGP നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് നിയന്ത്രണങ്ങളുടെ ചുമതല പോലീസിന് നൽകുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മുഴുവൻ പോലീസ് സേനാംഗങ്ങളും രംഗത്തിറങ്ങണമെന്ന് DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി. ഫെബ്രുവരി 10 വരെയാണ് നിലവിലെ ക്രമീകരണം. ജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കാനായിരിക്കണം മുൻഗണന. സാമൂഹ്യലം പാലിക്കുന്ന ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വിവേചനാധികാരം പ്രയോഗിക്കാനും പോലീസ് മേധാവി അനുമതി നൽകിയിട്ടുണ്ട്. സെക്ടറൽ മജിസ്ട്രേറ്റുമാരുള്ള സ്ഥലങ്ങളിൽ പോലീസ് അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. ഹൈവേ പട്രോൾ, കൺട്രോൾ റൂം വാഹനങ്ങൾ, മറ്റു പോലീസ് വാഹനങ്ങൾ എന്നിവയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സദാ രംഗത്തുണ്ടാകും. ആവശ്യമുള്ള പക്ഷം സ്പെഷ്യൽ യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനവും ജില്ലാ പോലീസ് മേധാവിമാർക്ക് വിനിയോഗിക്കാവുന്നതാണ്. ബറ്റാലിയൻ ഉദ്യോഗസ്ഥരുടെ സേവനവും ഇക്കാലയളവിൽ തേടാമെന്നും പോലീസ് മേധാവി ഇറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. ക്രമസമാധാന വിഭാഗം ADGP-യായ വിജയ് സാഖറേക്കാണ് സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങളുടെ ചുമതലയും നൽകിയിരിക്കുന്നത്. അതേസമയം ഒഴിവാക്കാനാവാത്ത കാരണങ്ങൾക്ക് മാത്രമേ ഇക്കാലയളവിൽ സേനാംഗങ്ങൾക്ക് അവധി നൽകാവൂ എന്നും പോലീസ് മേധാവി SP-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ നടപ്പാക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം സുരക്ഷയ്ക്ക് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിലുണ്ട്. അരുൺ രാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. സഭാതർക്കം പരിഹരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് വീണ്ടും തുടക്കമായി. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് തുടർ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രശ്നപരിഹാരത്തിന് വഴി തുറക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് വേണം, അതിനുവേണ്ടി മാത്രം നമ്മൾ ആദ്യഘട്ടത്തിൽ ഞാനാണ് മുൻകൈ എടുത്തത്. വീണ്ടും അതിൻ്റെ ചില ശ്രമങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ നിശ്ചയം അനുസരിച്ച് പോകേണ്ട ഒരു പ്രശ്നമാണ്. അത്ര രൂക്ഷമായ പ്രശ്നമാണ്, എല്ലാവർക്കും അറിയാം. അതിൽ സ്വാഭാവികമായിട്ട് അത് ആദ്യഘട്ടം 2 കൂട്ടം സംഘത്തോടും കൂടിയാണ് പിരിഞ്ഞത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ദേവലോകത്തെ പരിശുദ്ധ കാര്യത്തോടെ എനിക്ക് അയച്ച കത്തും ഇവിടെ നിന്നൊരു സഭയുടെ ബന്ധപ്പെട്ട വിവിധ കത്തിലും എല്ലാം പോസിറ്റീവ് അംശങ്ങൾ കുറേ ഉണ്ട്. അതിനെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനപ്പുറം ഈ തർക്കത്തിനെ പറ്റി ഒന്നും ഇന്നത്തെ ചർച്ച ഉണ്ടായിട്ടില്ല.
അല്ല, ഞാനത് രണ്ടുപേരും അദ്ദേഹം സുഖമില്ലായിരിക്കുകയാണ്. അതൊക്കെ പലതവണ പല പള്ളിയിലും പല ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ രണ്ടുപേരെയും മധ്യവയോധികരായ രണ്ടുപേരെയും കാണുക, അവരുടെ അനുഗ്രഹാശം ഉണ്ടാവുക. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ആളുകളാണ്. ഇനിയും തന്നെ എൻ്റെ അവിടുത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിന് വേണ്ടി ഇവിടുന്ന് മിസോറാം പരവുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്രയും എന്നോട് സ്നേഹമുള്ളവരുണ്ട്. ആ സ്നേഹമൊക്കെ പുതുക്കുക എന്നുള്ളതാണ്. ഇന്ന് അനിൽ ജോർജ് ഉണ്ട് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അനിൽ, സഭാതർക്കം പരിഹരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് തുടർ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രശ്നപരിഹാരത്തിന് നിലനിൽക്കുന്ന സാധ്യതകൾ എത്രത്തോളമാണ്? എന്താണ് വിവരങ്ങൾ? വീണ, തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള വിവിധ മുന്നണികളുടെ ശ്രമം ആരംഭിച്ചു എന്ന് വേണം നമുക്ക് ഇതിനെ കാണാൻ. ഈ സഭാതർക്കവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ എന്ന നിലയിലാണ് ഇത്തരം ചർച്ചകളെ BJP മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ സഭകളുമായി അടുപ്പം സൂക്ഷിക്കുന്ന നേതാവെന്ന നിലയിലാണ് PS ശ്രീധരൻപിള്ളയോട് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സഭകൾ എല്ലാമായി ചർച്ച നടത്താനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ായിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശ്രീധരൻപിള്ള ഇന്ന് രാവിലെ 9 മണിയോടുകൂടി യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ എത്തുകയും ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാബ അടക്കമുള്ള സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്തത്. ഇതിനുശേഷം ഇപ്പോൾ ശ്രീധരൻപിള്ള ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ കോട്ടയത്തെ ദേവലോകം കാതോലിക്ക ടെർമിനലിലെത്തി ബസേലിയസ് മാർത്തോമ പൗലോസ് തിരിയൻ കാതോലിക്ക ബാബയുമായി അടക്കമുള്ള നേതാക്കളുമായി സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം ഇതര ക്രൈസ്തവ സഭകളെയും ശ്രീധരൻപിള്ള വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഒപ്പം തന്നെ UDFും ഈ ഇക്കാര്യത്തിൽ സഭാ ആസ്ഥാനങ്ങളിലെത്തിയുള്ള ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇന്ന് 4 മണിക്ക് യാക്കോബായ സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ എത്തിയാണ് സഭകളുമായുള്ള ഔദ്യോഗികമായ ചർച്ചകൾക്ക് UDF നേതൃത്വം തുടക്കം കുറിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കാണ് ഇക്കാര്യത്തിൽ ചുമതലയുള്ളത്. എന്നാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള UDF നേതാക്കൾ ഇന്ന് പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ എത്തുകയും യാക്കോബായ സഭയുടെ നേതൃത്വവുമായി ചർച്ച നടത്തുകയും ചെയ്യും. അതിനുശേഷം സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലും UDF നേതാക്കൾ ഇന്ന് സന്ദർശനത്തിനായി എത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കളാണ് ഇവിടെയും എത്തുക. ഒപ്പം ലത്തീൻ കത്തോലിക്ക സഭയുടെ 2 രൂപതകളിൽ കൊച്ചി രൂപതയിലും അതുപോലെ തന്നെ വരാപ്പുഴ രൂപതയിലും ഇന്ന് UDF നേതൃത്വം സന്ദർശനം നടത്തും. ഇവിടെയും ബിഷപ്പുമാരടക്കമുള്ള സഭാ നേതൃത്വവുമായി ഇവർ ചർച്ചകൾ നടത്തുകയും ചെയ്യും. ലത്തീൻ കത്തോലിക്ക സഭ കഴിഞ്ഞ ദിവസം കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലടക്കം ലത്തീൻ കത്തോലിക്ക സമുദായത്തെ അവഗണിച്ച നിലപാടാണ് UDF സ്വീകരിച്ചതെന്നും ഇതാണ് എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ UDFന് തിരിച്ചടിയായെന്നും ഇവർ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ നിലപാട് തന്നെ സഭാതർക്കം പരിഹരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് വീണ്ടും തുടക്കമായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് തുടർ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് അനിൽ ജോർജാണ്. മറ്റു വാർത്തയിലേക്ക്. കൊല്ലം ഓച്ചിറയിൽ കയർ ഫാക്ടറിയിൽ വൻ തീപിടുത്തം, വാഹനമടക്കം കത്തിനശിച്ചു. ആലുംപീടികയിൽ രാജൻ എന്ന കയർ വ്യവസായിയുടെ ഓച്ചിറ നിവാസ് കയർ ഫാക്ടറിക്കാണ് തീപിടിച്ചത്. അപകട കാരണം വ്യക്തമല്ല. രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ഫാക്ടറിയും ഫാക്ടറി വളപ്പിൽ ലോഡ് കയറ്റിയിരുന്ന വാഹനവും പൂർണ്ണമായും കത്തിനശിച്ചു. കായംകുളം ഓച്ചിറ നിലയങ്ങളിലെ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ 5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീകെടുത്തിയത്. 1/2 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടമുള്ളതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഘാസിപൂരിൽ സമരവേദി ഒഴിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടം തൽക്കാലം പിൻവാങ്ങി. രാത്രി തന്നെ ഒഴിയണമെന്ന അന്ത്യശാസനം തള്ളിയ കർഷകർ സംഘടിച്ചെത്തിയതോടെ തിരക്കിട്ട് നടപടി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ജില്ലാ ഭരണകൂടം. സമരസ്ഥലത്തെത്തിയ പോലീസും കേന്ദ്രസേനയും മടങ്ങിയതോടെയാണ് രാത്രി വൈകിയും നീണ്ട സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമായത്. 12 മണിക്കൂർ നീണ്ട നാടകീയതയ്ക്കും അനിശ്ചിതാവസ്ഥയ്ക്കുമൊടുവിൽ ഗാസിപൂർ സമരവേദിയിലെ ആശങ്കയൊഴിഞ്ഞു. സമയം നിശ്ചയിച്ച് അന്ത്യശാസനം നൽകി സമരവേദി ഒഴിപ്പിക്കാനെത്തിയ പോലീസിന് ഒടുവിൽ കർഷകരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിൻവാങ്ങേണ്ടി വന്നു. രാത്രി 11 മണിവരെയാണ് കർഷകർക്ക് പോലീസ് അന്ത്യശാസനം നൽകിയിരുന്നത്. എന്നാൽ സമരവേദിയിൽ നിന്ന് ഒഴിയില്ലെന്നും പോലീസിന് വേണമെങ്കിൽ വെടിവെക്കാമെന്നും പറഞ്ഞ കർഷകർ പ്രതിരോധം തീർത്തതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടു.
തൊട്ടു പിന്നാലെ കൂടുതൽ പോലീസിനെയും കേന്ദ്രസേനയും ഇറക്കി സർക്കാർ രംഗം കലുഷിതമാക്കിയതോടെ ഗാസിപ്പൂർ മുൾമുനയിലായി. എന്നാൽ രാത്രി ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാക്കൽ സംഭവിച്ചേക്കാവുന്ന ക്രമസമാധാന പ്രശ്നവും പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാരിനെതിരെ ഉണ്ടായേക്കാവുന്ന പ്രതിപക്ഷ നീക്കവും കണക്കിലെടുത്ത് തൽക്കാലം കടുത്ത നടപടിയിലേക്ക് പോകേണ്ടതില്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം സമരം സമാധാനപരമായി തുടരുമെന്നും എന്ത് സംഭവിച്ചാലും പിന്നോട്ടില്ലെന്നും സംയുക്ത സമരസമിതി വക്താവ് രാകേഷ് ടിക്കായക് പ്രതികരിച്ചു. जब हमने ये कह दिया कि आप पे ऊपर पड़े सारे 4000 फोर्स लगा के यहाँ पे गिरफ्तार करोगे, गोली और उससे गिरफ्तार करोगे, हमने कहा कि हम गिरफ्तारी दे देंगे, आप मेरे लोगों को इनके घर तक सुरक्षित पहुँचाओ. मतलब 500 लोग बीजेपी के लोग आने के ऊपर लाठियां चलाएंगे इनके ऊपर. സമരസ്ഥലത്തെത്തിയ പോലീസും കേന്ദ്രസേനയും മടങ്ങിയതോടെ കർഷകർ ദേശീയ പതാകയുമേന്തി സമരവേദിയിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സമരസ്ഥലത്തേക്ക് കൂടുതൽ കർഷകരും പലയിടങ്ങളിൽ നിന്നായെത്തി. അതേസമയം ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടി ശശി തരൂർ, രാജ്ദീപ് സർദേശായി എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നോയിഡ പോലീസ് കേസെടുത്തു. രാജ്യദ്രോഹം, ക്രിമിനൽ ഗൂഢാലോചന, മതസ്പർദ്ധ വളർത്തൽ എന്നിങ്ങനെ 11 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. 2 വർഷം മുൻപ് മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പുതുക്കോട്ടെ ക്യാമ്പ് ഓഫീസിൽ മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ. തമിഴ്നാട് നാഗർകോവിൽ സ്വദേശി വടിവാൾ ശിവ എന്ന ശിവയാണ് അറസ്റ്റിലായത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 100ഓളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ. 2019 കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞിറങ്ങി പൊള്ളാച്ചിയിലുള്ള ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലെ മോഷണ ശ്രമം. ശനിയാഴ്ച ഓഫീസ് പൂട്ടിപ്പോയ ജീവനക്കാരൻ തിങ്കളാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. ഉടൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി ആർ സന്തോഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മോഷണ രീതി തമിഴ് മോഷ്ടാക്കളുടേതാണെന്ന് പോലീസ് സംഘം കണ്ടെത്തി. പുതുക്കാടും പരിസരത്തുമുള്ള തമിഴ്നാട്ടുകാരെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ അന്വേഷണം. സംഭവത്തിന് 2 ദിവസം മുമ്പ് ഒരാൾ പുതുക്കാട് എത്തിയതായും ഇയാളെ പിന്നീട് കാണാതായതായും വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ നാടോടികളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം തമിഴ്നാട്ടിലും കേരളത്തിലും വലവിരിച്ചു. തിരുനെൽവേലിയുടെ ഉൾനാടൻ പ്രദേശമായ കരുമംഗലത്ത് ഫാമിൽ ജോലിക്കാരനായി കഴിയുന്നതിനിടെയാണ് വടിവാൾ ശിവ പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റിപ്പോർട്ടർ, തൃശൂർ. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ആയുധങ്ങളുടെ വിൽപ്പന താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് സൂചന നൽകി ബൈഡൻ ഭരണകൂടം. ആദ്യഘട്ടത്തിൽ സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കുമുള്ള ആയുധ വിൽപ്പന അമേരിക്ക പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. ട്രംപിൽ നിന്നും വ്യത്യസ്തമായി സൗദി UAE രാജ്യങ്ങളോട് ബൈഡൻ ഭരണകൂടത്തിന്റെ നയം മാറുന്നുവെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടം സൗദി അറേബ്യയ്ക്കും UAE-ക്കും അനുവദിച്ച ആയുധ കച്ചവടമാണ് ഇപ്പോൾ ബൈഡൻ പുനഃപരിശോധിക്കാൻ ഒരുങ്ങുന്നത്. ബൈഡൻ അധികാരത്തിലെത്തി ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്തരമൊരു നടപടി. ട്രംപിൽ നിന്നും വ്യത്യസ്തമായി സൗദി, UAE എന്നീ രാജ്യങ്ങളോട് ബൈഡൻ ഗവൺമെന്റിന്റെ നയം മാറുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ജമാൽ ഖഷോഗി വധം, സൗദിയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, യമനിലെ യുദ്ധം എന്നിവ മുൻനിർത്തി അമേരിക്ക സൗദി ബന്ധത്തിൽ പുനഃപരിശോധനയുണ്ടാവുമെന്നും ബൈഡൻ പ്രസിഡന്റ് ആവുന്നതിനു മുൻപ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപ് പടിയിറങ്ങാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കായിരുന്നു US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സൗദി അറേബ്യയുമായുള്ള ആയുധ കച്ചവടത്തിന് അനുമതി നൽകിയത്. $290 മില്യൺ ആയുധ ഇടപാടായിരുന്നു ഇത്. 3000 GB സ്മോൾ ഡയാമീറ്റർ ബോംബുകൾ, കണ്ടെയ്നറുകൾ, ഇതിന്റെ സ്പോട്ട് എക്യുപ്മെന്റുകൾ എന്നിവയാണ് ഈ കരാറിലൂടെ അമേരിക്കയിൽ നിന്നും സൗദിക്ക് ലഭിക്കാനിരുന്നത്. F-35 യുദ്ധവിമാനങ്ങളും $10 മില്യൺ യുദ്ധോപകരണങ്ങളും അടങ്ങുന്ന $23 ബില്യൺ ഈ ആയുധ ഇടപാടിനുള്ള കരാറായിരുന്നു UAE ട്രംപ് ധാരണയായത്. എതിർപ്പുകൾക്കൊടുവിൽ US കോൺഗ്രസിൽ നിന്നും UAE-ക്ക് ഈ സൈനികോപകരണങ്ങൾ നൽകാൻ US കോൺഗ്രസിൽ നിന്നും അനുമതി ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ബൈഡന്റെ ഇടപെടൽ. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ പതാകയും റിപ്പബ്ലിക് ദിനവും അപമാനിക്കപ്പെട്ടുവെന്ന് രാഷ്ട്രപതി. കാർഷിക നിയമങ്ങൾ കർഷകരുടെ അവകാശങ്ങളും സൗകര്യങ്ങളും വെട്ടിക്കുറയ്ക്കില്ലെന്നും രാഷ്ട്രപതി. मेरी सरकार ये स्पष्ट करना चाहती है कि 3 नए कृषि कानून बनने से पहले पुरानी व्यवस्थाओं के तहत जो अधिकार थे तथा जो सुविधाएं थी उनमें कहीं कोई कमी नहीं की गई है, बल्कि इन कृषि सुधारों के जरिए सरकार ने किसानों को नई सुविधाएं उपलब्ध कराने के साथ साथ नए अधिकार भी दिए हैं. കോവിഡ് കാലത്തും ഇന്ത്യ ആഗോള നിക്ഷേപകരുടെ ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി. പുതിയ പതിറ്റാണ്ടിന്റെ ആദ്യ സമ്മേളനം എന്ന നിലയിലെ പ്രാധാന്യം പ്രതിപക്ഷം ഉൾക്കൊള്ളണമെന്ന പ്രധാനമന്ത്രി. ബജറ്റ് കോവിഡ് കാലത്തെ ഉത്തരവാദിത്വം നിർവഹിക്കും. हमें वित्त मंत्री जी को अलग अलग पैकेज के रूप में एक प्रकार से
4-5 मिनी बजट देने पड़े। CPIM BJP സഹകരണം തില്ലങ്കേരി മോഡലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ പദ്ധതിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. A. വിജയരാഘവനെ പരിഹസിച്ച K. സുധാകരൻ. കനകസിംഹാസനത്തിലിരിക്കുന്നത് ശുനകനോ ശുംഭനോ എന്ന ചോദ്യം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. സഭാ തർക്കത്തിൽ വ്യാപകമായ ചർച്ച. പ്രശ്നം പരിഹരിക്കാൻ തുടർ ശ്രമം ഉണ്ടാകുമെന്ന് PS ശ്രീധരൻപിള്ള. യാക്കോബായ വിഭാഗവുമായി ശ്രീധരൻപിള്ള ചർച്ച നടത്തി. യാക്കോബായ വിഭാഗവുമായി ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും ഇന്ന് ചർച്ച നടത്തും. മലങ്കര ഓർത്തഡോക്സ് വിഭാഗം പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഡോളർ കള്ളക്കടത്ത് കേസിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി കസ്റ്റംസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തില്ല. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ചോദ്യം ചെയ്യാമെന്ന കസ്റ്റംസ്. ട്രാക്ടർ റാലിക്കിടെ കർഷകൻ വെടിയേറ്റു മരിച്ചുവെന്ന് ട്വീറ്റ് ചെയ്ത ശശി തരൂരിനും രജ്ദീപ് സർദേശായിക്കുമെതിരെ UP പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. രജ്ദീപിനെതിരെ ഇന്ത്യ ടുഡേ ചാനലിന്റെ അച്ചടക്ക നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.